നമസ്തേ. 4ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമായിട്ടുള്ള നമാമി ഗംഗെ എന്നുള്ള പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ അഥവാ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പ്രശ്നോത്തരാണി, ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഗംഗ ഹിമാലയാത് കുത്ര ഗച്ഛതി? ഗംഗ ഹിമാലയത്തിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഉത്തരം ഗംഗ ഹിമാലയാത് സാഗരം ഗച്ഛതി. ഗംഗ ഹിമാലയത്തിൽ നിന്ന് സാഗരത്തിലേക്കാണ്, കടലിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഗംഗാ തീരെ വിദ്യമാനാനി തീർത്ഥസ്ഥാനാനി കാനി? ഗംഗാ തീരത്ത്, ഗംഗാ നദിയുടെ തീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം കാശി, ഹരിദ്വാരം, ഋഷികേശ ഇത്യാദീനി തീർത്ഥസ്ഥാനാനി ഏവ ഗംഗാ തീരെ വിദ്യമാനാനി. കാശി, ഹരിദ്വാരം, ഋഷികേശ മുതലായ തീർത്ഥസ്ഥാനങ്ങളാണ് ഗംഗാ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, സ്വർഗലോകസ്യ നദീ കാ അസ്തി? സ്വർഗലോകത്തിലെ നദി ഏതാണ്? ഉത്തരം സ്വർഗലോകസ്യ നദി ഗംഗ അസ്തി. സ്വർഗലോകത്തിലെ നദിയാണ് ഗംഗ. നാലാമത്തെ ചോദ്യം, കഹ ഗംഗാം ഭൂമിം ആനയത്? ആരാണ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഉത്തരം ഭഗീരഥ. ഗംഗാം ഭൂമിം ആനയത്. ഭഗീരഥനാണ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഗംഗായാഹ സ്വച്ഛതായേ കേന്ദ്ര സർവകാരഃ കാം യോജനാം ആയോജയതി? ഗംഗാനദിയെ ശുചിയാക്കുന്നതിന് വേണ്ടി, ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള എന്ത് പ്രൊജക്റ്റാണ്? ആ പ്രൊജക്ടിന്റെ പേര് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഗംഗായാഹ സ്വച്ഛതായേ കേന്ദ്ര സർവകാരഃ നമാമി ഗംഗേ ഇതി യോജനാം ആയോജയതി. ഗംഗയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഗംഗാ നദിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ശുചിയാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർവകാരഃ, കേന്ദ്ര സർവകാര എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ, നമാമി ഗംഗെ എന്ന പേരോട് കൂടിയിട്ടുള്ള പ്രൊജക്റ്റാണ്, യോജനയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നോത്തരങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ഉദാഹരണാനുസാരം സംബോധന പ്രഥമ പദാനി ലിഖന്തു. സംബോധന പ്രഥമ പദങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഇടത്തെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ പ്രഥമ വിഭക്തി പദങ്ങളുണ്ട്, റൈറ്റ് സൈഡിൽ സംബോധന പ്രഥമ പദങ്ങളുണ്ട്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, മൂഷകഹ. മൂഷകഹ എലി. അപ്പൊ സംബോധന ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ഹേ മൂഷക എന്നാണ്. അപ്പൊ ബാലശബ്ദത്തിലെ ബാലഹ എന്നുള്ളത് പ്രഥമ ഏകവചനാണെങ്കിൽ സംബോധന പ്രഥമ എങ്ങനെയാണ്? ഹേ ബാല എന്നാണ്. ഇതേപോലെ ബാക്കി തന്നിട്ടുള്ള പദങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ദിലീപഹ ഹേ ദിലീപ, കോകിലഹ ഹേ കോകില, മാർജാരഹ ഹേ മാർജാര, ശിക്ഷകഹ ഹേ ശിക്ഷക. അപ്പൊ ഇത് പുല്ലിംഗ ശബ്ദങ്ങളാണ്. ഇനി തുടർന്നുള്ള പദങ്ങളൊക്കെ സ്ത്രീലിംഗാണ്. നമുക്ക് നോക്കാം. ഉദാഹരണം, ഗംഗ എന്നുള്ള പദം. ഗംഗ ആകാരാന്ത സ്ത്രീലിംഗാണ്. ആ എന്ന് അവസാനിക്കുന്നത് സ്ത്രീലിംഗ പദമാണ്. ഗംഗ എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ്. അപ്പൊ അതിന്റെ സംബോധന എങ്ങനെ വരും? ഹേ ഗംഗേ എന്നാണ് വരിക. ലത ഹേ ലതേ. ഉദാഹരണം അനുസരിച്ച് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്, സിമ്പിളാണ്. രമ ഹേ രമേ, സുദക്ഷിണ ഹേ സുദക്ഷിണേ. അപ്പൊ നമ്മുടെ ആ ഒരു അഭ്യാസം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ മുമ്പത്തെ പാഠത്തിൽ പഠിച്ച പോലെ തന്നെ ലട്ലകാര ക്രിയാപദാനം രൂപാണി വദന്തു. ലട്ലകാര ക്രിയാപദങ്ങൾ ആണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഭൂധാതു ലട്ലകാരഹ, ഭൂ എന്നുള്ള ധാതുവിന്റെ ലട്ലകാരം പ്രസന്റ് ടെൻസിലുള്ള രൂപങ്ങളാണ് പഠിക്കേണ്ടത്. ഇപ്പൊ ഏകവചനം, ദ്വിവചനം, ബഹുവചനം കൊടുത്തിട്ടുണ്ട്. പ്രഥമ പുരുഷ ഏകവചനം എങ്ങനെയാണ്? ഭവതി എന്നാണ്. ദ്വിവചനം ഭവതഃ, ബഹുവചനം ഭവന്തി. അപ്പൊ ബ്രാക്കറ്റിലും കൂടി വായിക്കുകയാണെങ്കിൽ ബാലഹ ഭവതി, ബാലൻ ഉണ്ട്. ബാലൗ ഭവതഃ, രണ്ട് ബാലന്മാരുണ്ട്. ബാലാഹ ഭവന്തി, രണ്ടിൽ കൂടുതൽ, പ്ലൂറലാണ്, ബഹുവചനാണ്, രണ്ടിൽ കൂടുതൽ ബാലന്മാർ ഉണ്ട്. ഇനി മധ്യമ പുരുഷൻ എങ്ങനെയാണ്? ത്വം ഭവസി, നീ ഉണ്ട്. യുവാം ഭവതഃ, നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. യൂയം ഭവത, നിങ്ങൾ എല്ലാവരും ഉണ്ട്. ഇനി ഉത്തമ പുരുഷൻ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഉത്തമ പുരുഷൻ എന്ന് വെച്ചാൽ നമ്മളെ പറ്റി, എന്നെ പറ്റി പറയുമ്പോഴാണ് ഉത്തമ പുരുഷ വചനം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അഹം ഭവാമി, ഞാൻ ഉണ്ട്. ആവാം ഭവാവഹ, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. വയം ഭവാമഹ, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ അഹം ഭവാമി, ആവാം ഭവാവഹ, വയം ഭവാമഹ. മുമ്പ് പഠിച്ച പോലെ തന്നെ ആ ധാതു, അതായത് ഭവ എന്നുള്ളത് മാറ്റി ചൽ എന്നാക്കിയാണോ ചലതിയായി.
ഇനി ചല് എന്നുള്ളത് ലിഖ ആക്കണമെങ്കിൽ ലിഖതിയായി. അത്രയും ചെറിയ മാറ്റങ്ങൾ മാത്രമേ ലട്ലകാരത്തിൽ വരുന്നുള്ളൂ. വസുധാതുവിന് ലട്ലകാര രൂപങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ബാലഹ വസതി, വസുധാതുവിന്റെ അർത്ഥം വരുന്നത് വസിക്കുക എന്നാണ്. ബാലഹ വസതി, ബാലൻ താമസിക്കുന്നു. ബാലൗ രണ്ടുപേരാണ്, വസിക്കുന്നു. ബാലാഹ വസന്തി, ബാലന്മാര് വസിക്കുന്നു. മധ്യപുരുഷനില് ത്വം വസസി, യുവാം വസതഃ, യൂയം വസഥ. ഉത്തമ പുരുഷ വചനം അഹം വസാമി, ആവാം വസാവഹ, വയം വസാമഹ. ഇതിൽ പഠിക്കേണ്ടത് വസതി വസതഃ വസന്തി, വസസി വസതഃ വസഥ, വസാമി വസാവഹ വസാമഹ. ഇനി നെക്സ്റ്റ് ആകാരാന്ത സ്ത്രീലിംഗ ഗംഗാ ശബ്ദ. നമ്മള് ആദ്യത്തെ പാഠത്തില് അകാരാന്ത ശബ്ദം പഠിക്കാനായിട്ടുണ്ട്. അകാരാന്ത ബാലശബ്ദം, ദിലീപ ശബ്ദം ഒക്കെ രാമശബ്ദം പോലെ തന്നെയുള്ള ശബ്ദരൂപങ്ങളാണ്. എല്ലാം അകാരാന്ത പുല്ലിംഗങ്ങളാണ്. ഇവിടെ ഈ പാഠത്തില് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് ആകാരാന്ത സ്ത്രീലിംഗം, ആ എന്ന് അവസാനിക്കുന്ന സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠത്തില് പഠിക്കാനായിട്ടുള്ളത്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഗംഗാ ശബ്ദം ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, സംബോധന. ഇത് ഓരോ വിഭക്തിക്കും ഓരോ അർത്ഥങ്ങളാണ്. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഈ ഒരു 4ാം ക്ലാസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടില്ല. അപ്പൊ അത് വിഭക്തികൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. തൽക്കാലം ഇതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. നമ്മൾ ലകാരം പഠിച്ച പോലെ തന്നെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം അങ്ങനെ വചനങ്ങളുണ്ട്. പ്രഥമ, ദ്വിതീയ, തൃതീയ എന്നുള്ളതൊക്കെ വിഭക്തികളാണ്. നമ്മൾ മുമ്പ് ലകാരം അതൊക്കെ പഠിച്ചപ്പോൾ അത് ക്രിയാപദങ്ങളാണ്, വെർബ്സ് ആണ്. ഇവിടെ നാമപദങ്ങളാണ്. അതാണ് രണ്ടിന്റെയും വ്യത്യാസം. അപ്പോൾ ഗംഗ, ഗംഗേ, ഗംഗാഹ പ്രഥമ, ഗംഗാം, ഗംഗേ, ഗംഗാഹ ദ്വിതീയ, ഗംഗയാ, ഗംഗാഭ്യാം, ഗംഗാഭിഹി തൃതീയ, ഗംഗായൈ, ഗംഗാഭ്യാം, ഗംഗാഭ്യഃ ചതുർത്ഥി, ഗംഗായാഹ, ഗംഗാഭ്യാം, ഗംഗാഭ്യഃ പഞ്ചമി, ഗംഗായാഹ, ഗംഗയോഹോ, ഗംഗാനാം ഷഷ്ഠി, ഗംഗായാം, ഗംഗയോഹോ, ഗംഗാസു സപ്തമി. ഇനി സംബോധന ഇതിലും വരുന്നുണ്ട്. ഹേ ഗംഗേ, ഹേ ഗംഗേ, ഹേ ഗംഗാഹ. നമ്മള് രണ്ടാമത്തെ ആ അഭ്യാസത്തില് സംബോധന പ്രഥമ രൂപങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ആദ്യം പഠിച്ചത് അകാരാന്ത മൂഷക ശബ്ദം, ദിലീപ ശബ്ദം ഒക്കെയാണ്. അപ്പോൾ ഹേ മൂഷക, ഹേ ദിലീപ എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗംഗ എന്നുള്ള ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗംഗ എന്നുള്ള ശബ്ദത്തിന്റെ സംബോധന ഹേ ഗംഗേ. ഇപ്പൊ പ്രഥമയിലാണ് ഗംഗാ ശബ്ദം. സംബോധന എന്ന് പറയുമ്പോൾ ഹേ ഗംഗേ, നമ്മൾ ഒരാളെ വിളിക്കുന്നതിനാണ് സംബോധന എന്ന് പറയാം. ഇനി അടുത്ത അഭ്യാസത്തിലേക്ക് കടക്കാം. പ്രദത്ത ക്രിയാപദാനി ഉപയുജ്യ ഉദാഹരണാനുസാരം പദസൂര്യസ്യ നിർമ്മാണം കുർവന്തു. താഴെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്, അതില് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മറ്റുള്ള പദങ്ങളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പദസൂര്യന്റെ നിർമ്മാണം ചെയ്യുക എന്നാണ് ഇവിടെ ചോദ്യമായിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണം നോക്കാം. പശ്യ എന്നുള്ളതുണ്ട്. അപ്പോൾ അഹം എന്ന് വരുമ്പോൾ ഉത്തമ പുരുഷ വചനാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവാം. അപ്പോ ആ ഉത്തമ പുരുഷ വചനത്തില് അഹം എന്ന് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ ക്രിയാപദം വരുമ്പോൾ ഏകവചനത്തില് മീ എന്ന് ആ വാക്കിന്റെ അവസാനം ഉണ്ടായിരിക്കണം. ഇപ്പോ അഹം പശ്യ എന്നുണ്ടെങ്കിൽ പശ്യാമി. അഹം പിബ എന്ന് വരികയാണെങ്കിലോ പിബാമി. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അഹം പശ്യാമി, അഹം പിബാമി, അഹം ക്ഷിപാമി, അഹം നയാമി, അഹം സ്മരാമി, അഹം ഖേലാമി. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അഹം എന്ന് വരികയാണെങ്കിൽ ഒരു കാര്യം ഓർത്തു വെച്ചോളൂ, മീ എന്ന് ആ ക്രിയാപദത്തിന്റെ അവസാനം ഉണ്ടായിരിക്കണം. അതാണ് നിയമം. രണ്ടാമത്തെയാണ് ആവാം എന്ന് പറയുമ്പോൾ ഉത്തമ പുരുഷ ദ്വിവചനാണ്. അഹം, ആവാം, വയം എന്നാണ്. അപ്പോൾ അഹം മീ എന്ന് എന്താവണം? ആവാം എന്ന് പറയുമ്പോൾ വഹ എന്നാണ് ആ വേർഡിന്റെ ലാസ്റ്റ് വരേണ്ടത്. പശ്യ, പശ്യാവഹ. നമുക്ക് ഉത്തരം നോക്കാം. ആവാം പശ്യാവഹ, ആവാം പിബാവഹ, ആവാം ക്ഷിപാവഹ, ക്ഷിപാന്നുണ്ട് ക്ഷിപാവഹ, നയ ആവാം നയാവഹ, സ്മര ആവാം സ്മരാവഹ, ഖേല ആവാം ഖേലാവഹ. ഇങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത് ബഹുവചന പ്രയോഗമാണ്. ഇവിടെ വയം, അഹം, ആവാം, വയം. വയം എന്ന് പറയുമ്പോൾ ബഹുവചനാണ്. അപ്പോൾ അഹം പശ്യാന്നുണ്ട് പശ്യാമഹ. ഉത്തരം നോക്കാം. വയം പിബാമഹ, വയം ക്ഷിപാമഹ, വയം നയാമഹ, വയം സ്മരാമഹ, വയം ഖേലാമഹ. ഇങ്ങനെയാണിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത അഭ്യാസത്തിലേക്ക് കിടക്കാം. അധോദത്താനാം ക്രിയാപദാനാം പട്ടികായം റിക്തസ്ഥാനാനി പൂരയന്തു. നമ്മൾ മുമ്പത്തെ പാഠത്തില് ഇതേപോലത്തെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അഹം ഗച്ഛാമി, ആവാം ഗച്ഛാവഹ, വയം ഗച്ഛാമഹ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാല്
ഉത്തമ പുരുഷ വചനങ്ങളാണ് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത്. മുമ്പത്തെ പാഠത്തിൽ നമുക്ക് പ്രഥമ പുരുഷ വചനങ്ങളായിരുന്നു. ഒന്നാമത്തെ ചോദ്യം അഹം വദാമി, ആവാം വദാവഹ, വയം വദാമഹ. ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തിട്ടാണ് പോകുന്നത്. വയം വദാമഹ. അഹം പഠാമി, ആവാം പഠാവഹ, വയം പഠാമഹ. പഠാമി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നു. അഹം ഗായാമി, ആവാം ഗായാവഹ, വയം ഗായാമഹ. ഞാൻ ഗായതി എന്ന് വെച്ചാൽ ഗായാമി എന്ന് വെച്ചാൽ ഞാൻ പാട്ട് പാടുന്നു. അടുത്തത് അഹം നമാമി, ആവാം നമാവഹ, വയം നമാമഹ. ഞാൻ നമസ്കരിക്കുന്നു. നമാമി എന്ന് വെച്ചാൽ നമസ്കരിക്കുന്നു. അഹം തരാമി, ഞാൻ നീന്തുന്നു. ആവാം തരാവഹ, വയം തരാമഹ. അഹം ലിഖാമി, എഴുതുന്നു. ആവാം ലിഖാവഹ, വയം ലിഖാമഹ. അഹം ഹസാമി, ചിരിക്കുന്നു. ആവാം ഹസാവഹ, വയം ഹസാമഹ. അടുത്തത് അഹം ഖാദാമി, ആവാം ഖാദാവഹ, വയം ഖാദാമഹ. അഹം തിഷ്ഠാമി, ആവാം തിഷ്ഠാവഹ, വയം തിഷ്ഠാമഹ. ഖാദാമി എന്ന് വെച്ചാൽ ഞാൻ കഴിക്കുന്നു. തിഷ്ഠാമി എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്നു. അഹം ചലാമി, ഞാൻ അനങ്ങുന്നു, ചലിക്കുന്നു. ആവാം ചലാവഹ, വയം ചലാമഹ. അഹം ക്രീഡാമി, ഞാൻ കളിക്കുന്നു. ആവാം ക്രീഡാവഹ, വയം ക്രീഡാമഹ. അഹം പൃച്ഛാമി, ഞാൻ ചോദിക്കുന്നു. ആവാം പൃച്ഛാവഹ, വയം പൃച്ഛാമഹ. അഹം പിബാമി, ഞാൻ കുടിക്കുന്നു. ആവാം പിബാവഹ, വയം പിബാമഹ. അഹം ഗർജാമി, ആവാം ഗർജാവഹ, വയം ഗർജാമഹ. വയം ഗർജാമഹ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഗർജിക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. അഹം, ആവാം, വയം. അതേപോലെ തന്നെ ഭവതി, ഭവതഃ, ഭവന്തി, ഭവസി, ഭവതഃ, ഭവഥ, ഭവാമി, ഭവാവഹ, ഭവാമഹ. ഇതിലെ ലാസ്റ്റത്തെ ആ 3 പദങ്ങൾ ഭവാമി, ഭവാവഹ, ഭവാമഹ, അതാണ് ഉത്തമ പുരുഷ വചനങ്ങളുടെ ഉദാഹരണമായിട്ടുള്ളത്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പൊ അത് മെയിനായിട്ട് പഠിക്കുക. അടുത്ത അഭ്യാസം നദീ സംരക്ഷണായ ഏവമേവ പരിസര ശുചീകരണായ സർവകാരാ വിവിധാഹ യോജനാഹ ആയോജയതി. നദീ സംരക്ഷിക്കുന്നതിനും അതേപോലെ പരിസരം ശുചീകരിക്കുന്നതിനു വേണ്ടി സർക്കാർ ഒരുപാട് പ്രൊജക്റ്റുകൾ, യോജന വെച്ചാൽ പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. തത്ര ആബാലവൃദ്ധം ജനാനാമപി ദായിത്വം അസ്തി. അതില് ഒരു കുട്ടി മുതല് വൃദ്ധന്മാര് വരെയുള്ള എല്ലാ ജനങ്ങൾക്കും അതില് ഉത്തരവാദിത്വം ഉണ്ട്. ദായിത്വം എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം. ഭവാൻ ഏതസ്മിൻ കാര്യേ കഥം വ്യവഹരതി ഇതി ഉദാഹരണാനുസാരം പഞ്ചകാര്യാണി ലിഖന്തു. ഭവാൻ ഏതസ്മിൻ കാര്യേ, നിങ്ങൾ ഈ കാര്യത്തില് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ഉദാഹരണം അനുസരിച്ച് പഞ്ചകാര്യാണി ലിഖന്തു, 5 കാര്യങ്ങൾ എഴുതൂ എന്നുള്ളതാണ് ചോദ്യത്തിലുള്ളത്. ഉദാഹരണം അഹം മാലിന്യം മാർഗേഷു നദീഷു വ ന ഡാഷ്, ബ്രാക്കറ്റില് ക്ഷിപ എന്നുണ്ട്. അപ്പോ അഹം എന്നുള്ള വേർഡ് വന്ന കാരണം എന്താണ്? ക്രിയാപദത്തിൽ ലാസ്റ്റ് മീ എന്ന് വരണം എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതും. അഹം മാലിന്യം മാർഗേഷു നദീഷു, ഞാൻ മാലിന്യം വഴികളിലോ നദികളിലോ ന ക്ഷിപാമി, ക്ഷിപ എന്ന് വെച്ചാൽ എറിയുകയില്ല. ഓക്കെ, ന ക്ഷിപാമി. അഹം മാലിന്യാനി അവകാരികായാം ഏവ നിക്ഷിപാമി. അവകാരിക എന്ന് വെച്ചാൽ വേസ്റ്റ് ബാസ്ക്കറ്റ്. ഞാൻ മാലിന്യങ്ങൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ മാത്രമേ നിക്ഷേപിക്കുകയുള്ളൂ. നിക്ഷിപ എന്നുള്ളതുണ്ട് ബ്രാക്കറ്റിൽ. ഉത്തരം എഴുതുമ്പോൾ നിക്ഷിപാമി. അഹം വന്ന കാരണമാണ് മീ എന്ന് ആഡ് ചെയ്യേണ്ടത്. അഹം പരിസരസ്യ ശുചീകരണായ മാതുഹു സഹായം ആചരാമി. പരിസരം ശുചീകരിക്കുന്നതിന് വേണ്ടി അമ്മയെ ഞാൻ സഹായിക്കും. അഹം സസ്യാനി രോപയാമി. സസ്യങ്ങൾ വളർത്തും. പരിപാലയാമി, പരിപാലിക്കുകയും ചെയ്യും. അഹം പലാസ്തിക വസ്തുനി ത്യജാമി. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപേക്ഷിക്കും. ത്യജ എന്നുള്ളതുകൊണ്ട് ത്യജാമി. അപ്പോൾ അഹം എന്നുള്ളത് കൊണ്ട് ത്യജാമി. ആവാം എന്നാണെങ്കിലോ ത്യജാവഹ എന്നാണ് വരേണ്ടത്. വയം പലാസ്തിക വസ്തുനി എന്നാണെങ്കിലോ ഇവിടെ ത്യജാമഹ. അപ്പൊ ആ ടേബിള് മനഃപാഠമാക്കിയിട്ടുണ്ടെങ്കിൽ ആ ടേബിളിലുള്ള പദങ്ങൾ അനുസരിച്ച് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അഹം പ്രകൃതി സംരക്ഷണം അധികൃത്യ സർവാൻ വദാമി. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരോടും പറയും. വദാമി എന്ന് വെച്ചാൽ പറയുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട് എന്നാണ്. വദാവഹ, വദാമഹ, അങ്ങനെയാണ് വരിക. അപ്പൊ ഇതില് പരിസര ശുചീകരണായ ഭവതാകൃത കാര്യാണി ഫലകേഷു വിലിഖ്യ പ്രദർശയന്തു. പരിസര ശുചീകരണത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മുമ്പത്തെ ഇതിന് തൊട്ട് മുമ്പുള്ള അഭ്യാസത്തിൽ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. തെജാമി, നിക്ഷിപാമി, പരിപാലയാമി. ആ സെന്റൻസുകൾ ഇവിടെ പ്രദർശിപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യതഹ താനി അന്യേപി കുർവന്തു. അപ്പൊ ഓൾറെഡി ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അഹം മാലിന്യം മാർഗേഷു നദീഷു വ ന ക്ഷിപാമി. ഈ ഉദാഹരണം പോലെ തന്നെ മുമ്പത്തെ പേജിലുള്ള, അതായത് മുമ്പത്തെ അഭ്യാസത്തിലുള്ള സെന്റൻസുകൾ ഇതിൽ ഓരോ ബോർഡിലും എഴുതുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം.
അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയോട് കൂടി ഈ ഒരു പാഠം നമാമി ഗംഗെ എന്നുള്ള പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമസ്തേ, ധന്യവാദ.